സാറേ അജിത്ത് പറഞ്ഞിട്ട് വന്നതാണ് ജോസ്. ആ അജിത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോസൂട്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ എന്താ സാറേ ഇത് വാസൂട്ടി എൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്ക് ഒരു വീടും സ്ഥലവും വാങ്ങുന്നതിന് വേണ്ടിയിട്ടേ ഒരു ലോണിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. പറഞ്ഞായിരുന്നു. അത് എന്താണ്, എങ്ങനെയാണ്, എന്താ പരിപാടി, എന്താ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട് സാറേ. ഒരു 3 സെന്റ് സ്ഥലവും അതിനകത്തൊരു ചെറിയ വീടും. ഒരു ചെറിയ പഴയ വീടാണ്, പക്ഷെ അപ്പൊ അത് ഒരു 12 ലക്ഷം റുപ്യ അതിന് ഏകദേശം വരും. 12 ലക്ഷം? അതെ, കുഴപ്പമില്ല. പക്ഷെ 12 ലക്ഷം മുഴുവൻ നമുക്ക് തരാൻ പറ്റത്തില്ല. നമുക്ക് അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് 90% തരാം. ബാക്കി നിങ്ങൾ കയ്യിൽ നിന്ന് തന്നെ എടുക്കണം. അതേ പറ്റുള്ളൂ. നമുക്ക് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ നമ്മൾ കണ്ടുവച്ചിരുന്ന വീടേ ഒരു 10-15 ദിവസത്തിനുള്ളിൽ അത് രജിസ്ട്രേഷൻ ചെയ്യണം, എന്നാലും ഈ വിലക്ക് കിട്ടുള്ളൂ. പെട്ടെന്നൊന്ന് ക്ലിയർ. എവിടെയാണ് നിങ്ങൾ സ്ഥലം കണ്ടിരിക്കുന്നത്? സ്ഥലം ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിന്റെ അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടെ മാറിയിട്ടാണ്. അത്രേ ഉള്ളൂ സാറേ. ആ വർക്ക്ഷോപ്പില് ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പ് സുരേന്ദ്രൻ പണ്ട് ലോൺ എടുത്തുള്ള പുള്ളിയുടെ വർക്ക്ഷോപ്പിന്റെ തൊട്ടടുത്ത വീട്. ശരി. നല്ല സ്ഥലമാണല്ലോ അല്ലേ? വല്ല കായലിന്റെയും കടലിന്റെയും ഒന്നും ഇതൊന്നും അടുത്തൊന്നും അല്ലല്ലോ. ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ റോഡ് ഫ്രണ്ടാണ്, വീട് ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്താ ചെയ്യണ ഇപ്പൊ? ഞാന് പിന്നെ ഈ മരപ്പണിയാണ്. അപ്പൊ അത് ഇപ്പൊ എപ്പോഴും പണിയൊന്നും ഉണ്ടാവില്ല. കോൺട്രാക്ടറാണ് പുള്ളി, കാർപ്പന്റർ കോൺട്രാക്ടറാണ്. അപ്പൊ ഒരു 5-10 പണിക്കാരുണ്ട്. പുള്ളി മേസ്ത്രിയാണ്. നല്ല വർക്കുണ്ട്. 12 രൂപയാണ് നമുക്ക് വേണ്ടത്. എന്ത് ഐഡന്റിറ്റി പ്രൂഫ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ സാറേ? ആധാർ എടുത്തിട്ടുണ്ട്. വാസൂട്ടി സി അല്ലേ? സി വാസൂട്ടി ചെല്ലപ്പന. എത്ര രൂപ തിരിച്ചടവ് വരും സാർ? അത് പറയാം നമുക്ക് നോക്കട്ടെ. ഇതേ നിങ്ങൾ വേറെ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ? ഇല്ല ലോണ് കേട്ടാൻ എനിക്ക് പേടിയാണ്. ഇത് സിവിലാണല്ലോ. സിവിലാണിത്. നിങ്ങൾക്ക് ബാങ്കിൽ നിന്നേ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിന്റെ നിങ്ങൾക്ക് ജപ്തി വന്ന് കിടക്കുവാണ്. നിങ്ങളപ്പോ എങ്ങനെ ഇവിടെ അടയ്ക്കണേ? ഇതെന്ത് ഇത്? അതൊന്നും പറഞ്ഞില്ലായിരുന്ന അജിത്തിനോടൊന്നും പറഞ്ഞില്ലായിരുന്നു? അയ്യോ അങ്ങനെയല്ല. ഇത് നമുക്കിപ്പോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകണ പരിപാടിയാണ് ഇത്. നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതേ ഇത് കൊണ്ട് ഒരു സ്ഥലത്തുനിന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് ലോണ് നിങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്നും കിട്ടത്തില്ല. നിങ്ങൾ എടുത്ത ബാങ്കിൽ മുഴുവൻ തുക അടച്ചെങ്കിൽ മാത്രമേ കിട്ടൂ. അതുപോലെ അത് നടപടിയിലായിരിക്കുക, നടപടിക്ക് വന്നിരിക്കുക. അത് ജപ്തി നടപടി വരാൻ സാധ്യതയുണ്ട്. വീടിന്റെ പറഞ്ഞു പോയല്ലോ സാറേ. അല്ല, അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണി പോകും. ഇപ്പൊ ഇത് നോക്കാണ്ട് നിൽക്കുന്നത് എന്റെ പണി പോകില്ലേ? നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ഇത് പറയാൻ തമാശ പറയണല്ല. എല്ലാ കാര്യങ്ങളും കാണും. നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ? അപ്പൊ പിന്നെ അത് ഇതൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഇവിടെ വരുമല്ല. നമ്മൾ ഇതൊക്കെ വെച്ചോണ്ടല്ലേ ഇരിക്കണത്. നിങ്ങളുടെ ആധാർ കാർഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല ഭൂമിശാസ്ത്രവും ചരിത്രവും എല്ലാം ഇതിനകത്ത് വരും. കൊടുത്തതും മേടിച്ചതും എല്ലാം. നമ്മളെ കുഴപ്പത്തിലാക്കരുത്. അതുകൊണ്ട് വേഗം പൊക്കോ. നമുക്ക് ഇവിടെ ശരി സാറേ. ഇല്ലേ പറഞ്ഞു നമ്മളോട് ചെല്ലുമ്പോഴേക്കെന്നെ മാനേജർ പൈസ തരുന്നു. ഞാനറിഞ്ഞ കമ്പ്യൂട്ടർ തുറക്കുമ്പോ അജിത് എന്താ മാനേജർ എന്താ പറഞ്ഞു? എടാ നമ്മൾ പറഞ്ഞ പോലെയല്ലോട്ടാ കാര്യങ്ങള്. ഞങ്ങളവിടെ ചെന്ന് കാര്യം പറയുമ്പോ തന്നെ പുള്ളി ഗംഭീര സ്വീകരണം. വായിരിക്കും 12 ലക്ഷം രൂപയല്ലോ, അതിനെന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് വിവരങ്ങളൊക്കെ ചോദിച്ചു തരാന്നും പറഞ്ഞു. ഇവന്റെ ആധാർ കാർഡ് മേടിച്ചിട്ട് പുള്ളി കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വാസൂട്ടിന്ന് അടിക്കാൻ വാന്നടിച്ചപ്പോ തന്നെ ഇവന്റെ ഫുൾ ഹിസ്റ്ററി ഇങ്ങോട്ട് വന്നു. അതിലെന്തോ ഇവന് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ എന്തോ എഴുതി കാണിച്ചെന്നു. പിന്നെ കാര്യം പറയണ്ടേ, അവന് ഒരു മനസ്സിലാവും. ആ പുള്ളി പറഞ്ഞ തരാൻ പറ്റില്ല, നീക്ക് എന്തെന്ന് ധരിച്ചാൽ ഈ ബാങ്ക് പൂട്ടിക്കാനാണ് എന്നെ ജയിലിലാക്കാനാണെന്ന് ഭയങ്കര നടക്കൂലെന്നാ പറയണം. അതെന്താ സംഭവിച്ചത്? അതെന്ന് പറഞ്ഞാൽ ഇവന്റെ ഡോക്യുമെന്റ് വെച്ചിട്ട് ഞങ്ങളൊരു ബിസിനസിന് വേണ്ടിട്ട് ലോൺ എടുത്തിട്ടുണ്ടായി മുമ്പ്. അത് കൃത്യമായിട്ട് അടക്കാൻ പറ്റാതെ ജപ്തിയായി. അതിന്റെ സിബില് കാണിക്കണ്ടെന്ന്. ഓ, സിബില് കിടപ്പുണ്ടല്ലേ? സിബിൽ ഉണ്ടെങ്കിൽ കിട്ടില്ല. അത് നമ്മൾ ഇനി എന്ത് ചെയ്യാനും പറ്റില്ല. പിന്നെ ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. നമുക്കൊരു കാര്യം പ്രൈവറ്റ് പോകാം. പ്രൈവറ്റ് ആകുമ്പോൾ സിബിൽ പ്രശ്നമില്ല. പലിശ ഇച്ചിരി കൂടും, അതാ കുഴപ്പം. EMI കറക്റ്റ് അടയ്ക്കുമല്ലോ. അതിനൊരു പ്രശ്നമുണ്ട്. ഒരു പ്രോസസിംഗ് ഫീക്ക് ഒരു 10,000 രൂപ. 12 നിങ്ങൾ എടുക്കുന്നത്? 12 രൂപ വേണം അല്ലേ? അപ്പൊ ഒരു 10,000 രൂപ പ്രോസസിംഗ് ഫീ കെട്ടേണ്ടി വരും ആദ്യം. അയ്യോ, 10,000 ഉറുപ്പിക്ക് ഇപ്പൊ കേട്ടു.
കൊടുക്കണത് 12 ലക്ഷം രൂപ കിട്ടുകയല്ലേ? പിന്നെ എടാ 10,000 രൂപ ഇന്ന് തന്നെ ഒപ്പിച്ച് നിന്റെ അടുത്ത് കൊണ്ടാ തരാം. നീ അതൊന്നും ഒരു 5-10 ദിവസത്തിനുള്ളിൽ അവന് റെഡിയാക്കി കൊടുക്കണം. നീ ആ പൈസ ഒന്ന് റെഡിയാക്കി കൊണ്ടുതാ. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം മറ്റേ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി എല്ലാം ഫില്ല് ചെയ്തിട്ട് നാളെ തന്നെ വീട്ടിൽ കൊണ്ടുവരാം. എന്ത് പറയുന്നു? ഓ ആയിക്കോട്ടെ. അത് നല്ല കാര്യമാണ്. എന്താണ് അറിയോ, ഇതിപ്പോ ലോണ് കിട്ടി ലോൺ അടക്കേണ്ടി വന്നാല് വാസുട്ടേട്ട ഇങ്ങനെ പാട്ടും പാടി നടക്കൂല. പണിക്ക് പോണോ? പോയി അടിച്ചിട്ട് വിടണം. അപ്പൊ ലോൺ അടഞ്ഞു പോവുകയും ചെയ്യൂ, നമുക്ക് സ്വന്തമായിട്ട് ഒരു മുതലും ആവും. അത് നല്ല കാര്യം. അതാണ് അപ്പൊ അങ്ങനെ ഇതിപ്പോ സംസാരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പൊ ഈ ഏജന്റ് എന്ത് പറഞ്ഞാല് ഓൺലൈൻ വഴി അത് ശരിയാക്കാം. പക്ഷെ അതിന് എന്താ ഒരു പ്രോസസ്സിങ് സംഖ്യ പറഞ്ഞിട്ട് എന്തോ ഒരു ഇതുണ്ട് ഇത്ര. അതിനെന്തോ ഒരു 10,000 ഉറുപ്യ വേണം. ആ 10,000 ഉറുപ്പ്യൊക്കെ എന്താ ചെയ്യാ എന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ. അപ്പൊ അതിപ്പോ ജോസുട്രയുടെ അടുത്ത് ചോദിച്ചപ്പോ അവന്റെ അടുത്തും ഇല്ല, പിന്നെ വാസുട്രയിലും ഇല്ല, പിന്നെ ഇല്ലല്ലോ. 10,000 ഉറുപ്യ അത് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലോൺ ശരിയാക്കി അത് വീട് കിട്ടും. വേറെ ഒന്നുമില്ല, ഇത് വീട് കണ്ടു വെച്ചാൽ നമ്മള് പണിയൊന്നും വേണ്ടല്ലോ, വീട് കണ്ടു വെച്ചിട്ടുള്ള വീടാണ്. ഈ കായ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പേപ്പർ വർക്ക് നടത്തും, അപ്പൊ തന്നെ ലോൺ പാസ്സായി ആ കായ കൊണ്ട് കൊടുക്കുക, വീട് പിടിക്കുക, ഒരാഴ്ചക്കുള്ളിൽ പരിപാടിയായി. ഈ 10,000 ഉറുപ്പ്യ ഇവിടുന്ന് കിട്ടാന്നുള്ള ആ ഒരു ഇടങ്ങളിലാണ് ഇപ്പൊ ഞാനിത്. നിങ്ങൾക്കൊരു സംഭവം അറിയോ? ഇന്നലെ അവിടെ ഒരു കാര്യം ഉണ്ടായി. എന്ത്? ഇന്നലെ മല്ലിക അവിടെ കൊണ്ടുവന്ന് എന്തൊക്കെയോ ചപ്പും ചവറൊക്കെ കത്തിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എന്റെ സീതപ്പഴത്തിന്റെ ചെടീന്റെ ചോട്ടില് ഞാൻ പറഞ്ഞത് നടക്കൂലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഞാൻ അത് മനഃപൂർവ്വം പറഞ്ഞത് അവളോട്. എന്തിനാ? ഇവരെന്തറിയോ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കൂല, നമ്മളിങ്ങനെ പുറകേന്ന് ഇങ്ങനെ ഉണ്ടണോ. അത് ആ കാര്യത്തില് വാസുട്ടി അല്ലെങ്കിലും ഭയങ്കര അലസനാണ്, ഒരു കാര്യം ചെയ്യില്ല. എന്റെ മാരൊന്നല്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. അത് ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞപ്പോ എന്ത് അവര് അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇജ്ജ് അങ്ങനെ വഴക്ക് കൂടിയെന്നോ വഴക്ക് പറഞ്ഞോ അങ്ങനെ ഒന്നും അവര് പറഞ്ഞിട്ടില്ല. അല്ലപ്പോ ഓരോ മുന്നിൽ ഞാൻ ഇച്ചിരി ദുഷ്ടത്തി ആയാലും ഓര് നല്ലൊരു തീരുമാനം എടുത്തില്ലേ? അതാണ് അതിച്ച് പറഞ്ഞോണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ചൂട് ഉണ്ടാവൂല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് നല്ല തീരുമാനം തന്നെയാണ് എന്തായാലും. തീരുമാനം നന്നായി. 10,000 ഉറുപ്പില്ലാണ്ട് ഇപ്പൊ ഒന്നും നടക്കൂല തീരുമാനം. 10,000 ഉറുപ്പില്ലാന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാതിരിക്ക ചെയ്യാന്നുള്ളത് ഒക്കെ റെഡിയാക്കാനല്ലോ. കായ്ക്ക് കായ് തന്നെ വേണ്ടേ. അല്ല നിങ്ങളെന്താണ് ഇങ്ങനെ ഇരിക്കണേ? ഇങ്ങനെ ഇരുന്ന് അങ്ങനെ കാര്യങ്ങൾ നടക്കുക. അപ്പൊ നിങ്ങൾ എന്ത് വേണോ? 10,000 ഉറുപ്പ്യ നമ്മള് കൊടുക്കാന്ന് പറയണോ? ഇക്ക ഇവിടെ കുറച്ച് പൈസ ഇരിക്കണുണ്ട്. ഇവിടെ ആ പുറകിലെ ആസ്പെറ്റോ ഷീറ്റില്ലേ, അതില് തേങ്ങ വീണ് അത് പൊട്ടി. ആ പൊട്ടിയിട്ട് ഇപ്പൊ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോരും. അപ്പൊ അതൊന്ന് നന്നാക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് പൈസ ഇവിടെ എടുത്ത് വെച്ച് അപ്പൊ അതിന്ന് എടുത്ത് കൊടുക്കാം. ഞാനിപ്പോ അതല്ല അന്നോടിപ്പോ എങ്ങനെ ഇതൊക്കെ കൂടി പറയാ. അല്ല നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ അനാവശ്യമായിട്ട് കൊറേ പൈസന്റെ തിരിമറി നടത്തുമല്ലോ, അപ്പോഴാണ് എനിക്ക് ദേഷ്യം വരിക. ഇമാരി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മള് മനസ്സറിഞ്ഞ് കൊടുക്കണം എന്നാണ് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചേക്കണേ. അറിയാലോ എന്റെ വാപ്പ വല്ലാത്ത വാപ്പന്നെയാണ്. എനിക്കറിയാം, അത് അറിയുന്ന കാര്യല്ലേ. പഠിച്ചത് കാഴ്ച അതിപ്പോ അത് നമുക്ക് അവരോട് അത് പറയാം, നമുക്ക് രഹസ്യം തരാന്ന് പറഞ്ഞു. 10,000 അത് പറയരുത്. എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടേ, എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റും വേണ്ട. നിങ്ങൾ ചെയ്യണതൊന്നും മറ്റുള്ളവർ അറിയരുത്. പഠിച്ചം കാണുന്നുണ്ടല്ലോ, അത് മതി. അപ്പൊ നിങ്ങള് പോയിട്ട് പറയും 10,000 ഉറുപ്പ്യക്ക് കഷ്ടപ്പെടണ്ട, പക്ഷെ ലോണൊക്കെ കൃത്യമായിട്ട് അടച്ച് വേഗം വീട്ടിക്ക് മാറണമെന്ന് പറയണം. അപ്പൊ 10,000 ഉറുപ്പ്യ വെച്ച് തരും എന്നുള്ള ഒരു ഇതില് പറയല്ലേ. എന്താണ് നിങ്ങൾക്ക് സംശയം? സംശയം എന്റെ കിട്ടിയാ പിന്നെ കുഴപ്പമില്ല. ഞാൻ പറ്റി പൈസ എടുത്തു. എന്നാ ശരി. ഇതല്ല ഈ ലോകത്തുള്ള സകല പച്ചക്കറി ഞാൻ അറിയും.